ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഇറ്റ് ഡിസ്കവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തായ്വാനിലെ തൈപ്പേ സിറ്റിയിലെ സോങ്ഷാൻ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന റൗഹെ നൈറ്റ് മാർക്കറ്റ് ആണ്. ഈ കാണുന്നത് സിഒയു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് റൗഹെ നൈറ്റ് മാർക്കറ്റ്. അതുപോലെ സോങ്ഷാൻ MRT സ്റ്റേഷൻ എക്സിറ്റ് നമ്പർ 3-ക്കും 5-നും സമീപം 600 മീറ്റർ നീളത്തിലാണ് ഈ നൈറ്റ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നൈറ്റ് മാർക്കറ്റിനകത്തേക്ക് പോകാം. ഈ കാണുന്ന ക്യൂ ഈ നൈറ്റ് മാർക്കറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളിലോട്ടുള്ള ക്യൂ ആണ്. ഇവിടുത്തെ ഫുഡ് ഫൂജോ പെപ്പർ ബണ്ണാണ്. ഈ ഫില്ലിങ്ങിനുള്ള മീറ്റ് പോർക്കാണ്. കുഴച്ച മാവിലേക്ക് ഈ പോർക്കും പെപ്പറും സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും കൂടി ഫില്ല് ചെയ്ത് ബോൾ ഷേപ്പിലാക്കിയിട്ട് അതിന്റെ മുകളിൽ അല്പം വെളുത്ത എള്ളും ഇട്ട് ഈ തന്തൂരി അടുപ്പ് പോലുള്ള ഈ ബാരലിന്റെ സൈഡിൽ ഒട്ടിച്ചു വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനും ക്യൂവിൽ നിന്ന് ഒരു ഫൂജോ പെപ്പർ ബൺ വാങ്ങി ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിന്റെ ഒരു വശം കൂടുതൽ ക്രിസ്പിയാണ്, മറുവശം ചെറിയൊരു കട്ടിയുണ്ട്. ഫില്ലിംഗ് ഒക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്, ചെറിയൊരു മധുരമുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റ് ആണ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇവിടുത്തെ കടകളൊക്കെ കാണാം. ചെറിയ ചെറിയ കടകളാണെങ്കിലും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യം ചില കടകളിലൊക്കെ ഉണ്ട്. ഇത് സ്റ്റിങ്കി തോഫു കിട്ടുന്ന കടയാണ്. 1987 ഈ നൈറ്റ് മാർക്കറ്റ് സ്ഥാപിച്ചത്. തായ്പേയിലെ ഏറ്റവും പഴയ നൈറ്റ് മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ റൗഹെ നൈറ്റ് മാർക്കറ്റ്. അതുപോലെ തായ്പേയിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് നൈറ്റ് മാർക്കറ്റും കൂടിയാണിത്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ചെറിയ റോഡിൽ കൂടിയാണ്. റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കടകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോഡ് മെയിൻ റോഡല്ല, ചെറിയ റോഡാണ്. ഈ നൈറ്റ് മാർക്കറ്റിന്റെ ടൈം കഴിയുന്നതോടുകൂടി ഇതിലെ വണ്ടികളൊക്കെ പോയി തുടങ്ങും. വിവിധ തരം സ്ട്രീറ്റ് ഫുഡുകൾക്ക് വളരെ പ്രശസ്തമാണ് ഈ നൈറ്റ് മാർക്കറ്റ്. ഈ നൈറ്റ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ടൈം എന്നും വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ്. ഈ നൈറ്റ് മാർക്കറ്റിൽ മിക്കവാറും കടകളെല്ലാം ഫുഡിന്റെ ആണെങ്കിലും ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ കടകളും കളിപ്പാട്ടക്കടകൾ, സുവനീർ ഷോപ്പുകൾ, തുണിക്കടകൾ, ആക്സസറീസിന്റെ കടകൾ, ഗെയിമിന്റെ കടകൾ, അങ്ങനെ എല്ലാത്തരം കടകളും ഇവിടെയുണ്ട്. ഇക്കാണുന്നത് അവോക്കാഡോ മിൽക്ക് കിട്ടുന്ന ഷോപ്പാണ്. ഇവിടുത്തെ അവോക്കാഡോയുടെ വലുപ്പം കണ്ടോ, അത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഈ കാണുന്നത് ചിക്കൻ ഫീറ്റ് ആണ്, അതായത് കോഴിയുടെ കാൽപാദമില്ലേ, അതാണ്. ഇത് പലതരം സോസ് ഒക്കെ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തുകാർ കഴിക്കുന്ന ഒരു ഫുഡാണിത്. അടുത്തത് സോസ് ബിയർ സ്നെയിലിന്റെ ഷോപ്പാണ്. ഇതൊന്നും നമ്മൾ കഴിക്കാത്ത ഫുഡ് ആയതുകൊണ്ട് എല്ലാം നമ്മൾ കണ്ട് പോവുകയാണ്. അടുത്ത ഈ കട ഗ്രിൽഡ് സ്ക്വേഴ്സിന്റെ കടയാണ്. അതിൽ ലാമ്പും ഉണ്ട്, ബീഫും ഉണ്ട്. ഇനി നമുക്ക് അതൊന്നും ഉണ്ടാക്കുന്നത് കാണാം.
അങ്ങനെ നമ്മൾ ഗ്രിൽഡ് സ്ക്വയേഴ്സ് ഉണ്ടാക്കുന്നത് കണ്ടു. അടുത്തായിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ പേരയ്ക്ക ഒന്ന് കാണാമേ. ഇവിടുത്തെ പേരയ്ക്ക കണ്ടോ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള പേരയ്ക്കയെക്കാട്ടി വലിപ്പം കൂടുതലല്ലേ. ഇവിടെ പൊതുവെ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി വലിപ്പം കൂടുതലാണ്. ഇവരാരും ഈ പേരയ്ക്കയുടെ അകത്തെ കുരു ഒന്നും കഴിക്കത്തില്ല. ഈ അമ്മച്ചി ഇരുന്ന് കുരു കളഞ്ഞു വെക്കുന്ന കണ്ടോ, ഇതിനി കട്ട് ചെയ്ത് നമുക്ക് തരും. ഈ കാണുന്ന പേരയ്ക്ക മധുരത്തിൽ സോക്ക് ചെയ്ത് വെച്ച പേരയ്ക്കയാണ്. ഈ കാണുന്നത് ചെറിയൊരു ബാർ സെറ്റപ്പാണ്. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ദുരിയാൻ കിട്ടുന്ന ഷോപ്പാണ്. ഗ്രിൽഡ് ദുരിയാനും ഒറിജിനലും കിട്ടും. ഇതിന് നല്ല വിലയാണ്. അതുപോലെ ഇതിന് വല്ലാത്തൊരു സ്മെല്ലാണെന്നാണ് കഴിച്ചിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിവിടെ ധാരാളം കിട്ടുമെങ്കിലും ഞാൻ ഇതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. നടന്ന് ദാഹിച്ചിട്ട് വയ്യ. അങ്ങനെ ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി. അവിടെ ഫ്രഷ് കോക്കനട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ കരിക്കും വെള്ളം. അതൊരു ബോട്ടിൽ വാങ്ങി. അങ്ങനെ കരിക്കും വെള്ളമൊക്കെ കുടിച്ച് നടന്ന് ഈ റോഡിൽ നൈറ്റ് മാർക്കറ്റ് അവസാനിക്കുന്നിടത്ത് എത്തി. അവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇനി ഇപ്പുറത്തെ റോഡിൽ കൂടി നടന്ന് കടകളൊക്കെ കണ്ടുവേണം ആദ്യത്തെ എൻട്രൻസിന്റെ അവിടെ എത്താൻ. ഈ നൈറ്റ് മാർക്കറ്റിലെ മെയിൻ സ്ട്രീറ്റ് ഫുഡുകൾ പല ഫ്ലേവറിലുള്ള ഫില്ലിംഗ് വെച്ച പാൻ കേക്കുകൾ, പോർക്ക് പെപ്പർ ബൺസ്, ഗ്രിൽഡ് സ്ക്വിഡ്, ഫ്രൈഡ് ഡംപ്ലിങ്സ്, തായ്വാനീസ് ഹെർബൽ പോർക്ക് ബോൺ സൂപ്പ്, ഓയിസ്റ്റർ വെർമിസെല്ലി, സ്റ്റിങ്കി തോഫു, റോ ജിയാമോ, ഡീപ് ഫ്രൈഡ് ചിക്കൻ, ഹോട്ട് പോട്ട്, സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ്, റോസ്റ്റഡ് കോണ്, പലതരത്തിലുള്ള സോസേജുകൾ, പലതരത്തിലുള്ള ജ്യൂസുകൾ, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ്. അങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടത്. തായ്വാനിലെ ആട്ടുകല്ല് കോൺ അരച്ചോണ്ടിരിക്കുക, കോൺ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാമല്ലേ? ഇതൊരു ടൈപ്പ് മഷ്റൂമാണ്. സോസ് തേച്ച് ഗ്രിൽഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പെപ്പർ പൗഡറും ചില്ലി പൗഡറും ഒക്കെ ഇട്ടാണ് ഇത് കഴിക്കാൻ തരുന്നത്. ഞങ്ങളിപ്പോൾ വാങ്ങുന്ന ഈ ഫുഡിന്റെ പേര് റോ ജിയാമോ എന്നാണ്. നമുക്കിനി റോ ജിയാമോ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ ഫ്ലാറ്റ് ബ്രെഡിനെ പറയുന്നത് ബൈജീമോ എന്നാണ്. ഈ ബ്രെഡ് വീറ്റ് ഫ്ലോർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുവാണ്. ഇത് ബേക്ക് ആകുന്ന ടൈം കൊണ്ട് ഫില്ലിംഗ് തയ്യാറാക്കുന്നത് കാണാം. ചൂടായ പാനിലേക്ക് സവാള കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിലേക്ക് മീറ്റും ഇട്ട് സീസണിങ്ങിന് പെപ്പർ പൗഡറും ക്യുമിൻ പൗഡറും ഇട്ട് സോസും ഒഴിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. റോ ജിയാമോ ചൈനയിലെ ഷാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിച്ച ഒരു ഭക്ഷണമാണ്. ഇതിന് റൂഗാമോ എന്നൊരു പേരും കൂടിയുണ്ട്. റോജിയാമോ എന്ന് പറഞ്ഞാൽ മീറ്റിനെ ബൺ എന്നാണ് അർത്ഥം. പൊതുവെ ഇതിനുപയോഗിക്കുന്ന മീറ്റ് പോർക്കാണെങ്കിലും ബീഫും ലാമ്പും വെച്ചും ഉണ്ടാക്കാറുണ്ട്. തായ്വാനിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. അങ്ങനെ റോജിയാമോയും കഴിച്ചുകൊണ്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചു പയ്യനെ കണ്ടത്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അവൻ പോസ് ചെയ്തു തന്നതാണിത്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് ഈ ചേച്ചിമാരെ കണ്ടത്. അവരും ഞങ്ങൾക്ക് പോസ് ചെയ്തു തന്നു. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ബാക്കി കടകൾ കൂടി ഒന്ന് കാണാം. അങ്ങനെ നടന്ന് എൻട്രൻസിന്റെ അവിടെ എത്താറായി. ചുരുക്കി പറഞ്ഞാൽ തായ്വാനീസ് സ്ട്രീറ്റ് ഫുഡുകൾ ആസ്വദിക്കാനും രാത്രിയിലെ കച്ചവടങ്ങൾ കാണാനും പറ്റിയ ഒരു സ്ഥലമാണ് റാവ്ഹെ നൈറ്റ് മാർക്കറ്റ്. നിങ്ങൾ തായ്വാനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റാവ്ഹെ നൈറ്റ് മാർക്കറ്റിൽ വന്ന് ഇവിടുത്തെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും റാവ്ഹെ നൈറ്റ് മാർക്കറ്റിന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തായ്വാനിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.